സ്റ്റോറി ടൈം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ജംബു ആനയുടെയും കിട്ടുമുയലിൻ്റെയും കഥയാണ്. പണ്ട് പുല്ലാനിക്കാട് എന്നൊരു കാടുണ്ടായിരുന്നു. അവിടെ ജംബു എന്നൊരു അഹങ്കാരിയായ ആനയുണ്ടായിരുന്നു. അവന് ചെറിയ മൃഗങ്ങളോടെല്ലാം പുച്ഛമായിരുന്നു. ഈ പുല്ലാനിക്കാട്ടിൽ ഞാൻ തന്നെ വലിയവൻ എന്ന വിചാരമായിരുന്നു ജംബുവിന്. ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കിട്ടുമുയൽ അതിലൂടെ വന്നത്. ഹേ ജംബു, നീ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നോ? നിന്റെ കൂടെയോ? ഞാനോ? ഇത്ര ചെറിയവന്മാരുടെ കൂടെയൊന്നും ഞാൻ കളിക്കില്ല. കിട്ടുമുയൽ സങ്കടത്തോടെ മാറി നിന്നു. ജംബു അവിടെ നിന്നും നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ കേൾക്കുന്നു ജംബുവിൻ്റെ കരച്ചിൽ. കിട്ടുമുയൽ വേഗം ഓടിച്ചെന്നു. നോക്കുമ്പോൾ ജംബു വാരിക്കുഴിയിൽ വീണ് കിടന്ന് കരയുന്നു. വേട്ടക്കാർ വലിയ കുഴിയുണ്ടാക്കി അതിനു മുകളിൽ നീളമുള്ള കമ്പുകൾ തലങ്ങും വിലങ്ങും വെച്ച് അതിനു മുകളിൽ ഇലകൾ വിതറി കുഴിയുള്ളതായി അറിയാത്ത പോലെ മൂടി വച്ചിരുന്നു. ആ കുഴിയിലാണ് ജംബു വീണത്. എന്നെ രക്ഷിക്കൂ! ജംബു കരയാൻ തുടങ്ങി. ഞാൻ ഓടിപ്പോയി നിന്റെ അച്ഛനോട് പറയാം. കിട്ടുമുയൽ വേഗം ഓടിപ്പോയി ജംബുവിൻ്റെ അച്ഛനോട് പറഞ്ഞു. അവർ വേഗം ഒരു മരം പുഴക്കി ജംബുവിനെ ഇട്ടുകൊടുത്തു. ഒരു ഭാഗത്ത് ജംബുവിൻ്റെ അച്ഛനും പിടിച്ചു. ജംബു പതിയെ കുഴിയിൽ നിന്നും കയറി. എല്ലാവർക്കും ആശ്വാസമായി. അച്ഛൻ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, ആൾക്കാർ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പോവാം. ജംബു കിട്ടുമുയലിനോട് പറയാൻ തുടങ്ങി. കിട്ടു, നീയാണ് എന്നെ രക്ഷിച്ചത്. നീ ഇല്ലായിരുന്നേൽ ഞാൻ കുഴിയിൽ പെട്ടുപോയേനെ. ഇനി നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും. കിട്ടുവിന് സന്തോഷമായി. അവർ പിന്നീട് നല്ല കൂട്ടുകാരായി കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയിൽ വീണ്ടും കാണാം. സ്റ്റോറി ടൈം.